പലരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരാൻ സാധ്യമാകുന്ന ഒരു ഇടനിലക്കാരൻ എന്നോണമാണ്. അതായത് സത്യത്തിൽ ഭക്തി കൊണ്ടാണോ അതോ കച്ചവടമാണോ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ കൂടുതലായിട്ട് പ്രകടമാകുന്നത്? ഭക്തിയെക്കുറിച്ചുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. ലളിതമായി പറയുകയാണെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുന്നത് ഭക്തിയുടെ ഒരു വശം മാത്രമാണ്. എന്നാൽ അത് ഭക്തിയുടെ പൂർണ്ണ രൂപമല്ല. ഭാരതീയ ദർശനങ്ങൾ പ്രകാരം പ്രാർത്ഥനയെ പലതായി തിരിച്ചിട്ടുണ്ട്. സ്വന്തം ആവശ്യങ്ങൾക്കും കഷ്ടപ്പാടുകൾ മാറുന്നതിനു വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയെ സകാമ ഭക്തി എന്ന് വിളിക്കുന്നു. ഭൂരിഭാഗം മനുഷ്യരും ഈ തലത്തിലാണ് ദൈവത്തെ സമീപിക്കുന്നത്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ 4 തരം ഭക്തരെ കുറിച്ച് പറയുന്നുണ്ട്. ദുരിത സമയത്ത് ദൈവത്തെ വിളിക്കുന്നവൻ, ആർത്തൻ, സമ്പത്തിനോ നേട്ടത്തിനോ വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ, അർദ്ധാർത്ഥി, സത്യമറിയാൻ ആഗ്രഹിക്കുന്നവൻ, ജിജ്ഞാസു, ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം സ്നേഹിക്കുന്നവൻ, ജ്ഞാനി. ഇതിൽ ആദ്യത്തെ 2 വിഭാഗക്കാരും തങ്ങളുടെ ആവശ്യങ്ങൾക്കായാണ് പ്രാർത്ഥിക്കുന്നത്. അവരെയും ദൈവം കൈവിടുന്നില്ലെങ്കിലും അത് ഭക്തിയുടെ പ്രാഥമികമായ തലം മാത്രമാണ്. യഥാർത്ഥ ഭക്തി എന്താണ്? അതിനെ നിഷ്കാമ ഭക്തി എന്ന് പറയുന്നു. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രം പ്രാർത്ഥിക്കുന്നതിനെയാണ് നിഷ്കാമ ഭക്തി എന്ന് പറയുന്നത്. ഒരു കൊച്ചുകുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹം പോലെയാണിത്. അമ്മ എന്തു നൽകും എന്നതിനേക്കാൾ അമ്മയുടെ സാമീപ്യം നൽകുന്ന സന്തോഷമാണ് അവിടെ ഏറ്റവും പ്രാധാന്യം. യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സമർപ്പണം, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിശ്വസിക്കാനുള്ള മനസ്സാണ്. ദൈവം ഒരു ATM മെഷീൻ അല്ല, മറിച്ച് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണെന്ന് തിരിച്ചറിയുക. ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ തനിക്ക് ലഭിച്ച നന്മകൾക്ക് നന്ദി പറയുന്നതാണ് ഉത്തമമായ ഭക്തി. സഹജീവികളെ സ്നേഹിക്കുന്നതും സഹായിക്കുന്നതും ഭക്തിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുക. ചുരുക്കത്തിൽ, ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, അത് ഭക്തിയുടെ തുടക്കം മാത്രമാണ്. എന്നാൽ ആ ആവശ്യങ്ങൾക്കപ്പുറം ദൈവത്തെ സ്നേഹിക്കാനും പ്രപഞ്ചത്തോട് കരുണ കാണിക്കാനും സാധിക്കുമ്പോഴാണ് ഭക്തി പൂർണ്ണമാകുന്നത്. ഭക്തി എന്നത് ഭയമോ കച്ചവടമോ അല്ല, മറിച്ച് അതൊരു ആത്മീയ ബന്ധമാണ്. ഇസ്ലാമിലെ ആത്മീയ വശത്തെയാണ് സാധാരണയായി സൂഫിസം എന്ന് വിളിക്കുന്നത്. കേവലം നിയമങ്ങൾ പാലിക്കുന്നതിനപ്പുറം മനസ്സിനെ ശുദ്ധീകരിച്ച് ദൈവത്തോട് ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. സൂഫിസത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിലെ 3 പ്രധാന ഘടകങ്ങളാണ്: വിശ്വാസം, കർമ്മങ്ങൾ, ആത്മീയത. നീ ദൈവത്തെ കാണുന്നില്ലെങ്കിലും ദൈവം നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ആരാധിക്കുക. ഇത് ഇഹ്സാനിൻ്റെ തലത്തിലേക്ക് എത്താനാണ് സൂഫികൾ ശ്രമിക്കുന്നത്. ചരിത്രത്തിൽ സൂഫിസത്തിന് വലിയ സംഭാവനകൾ നൽകിയ നിരവധി പണ്ഡിതന്മാരുണ്ട്. ഇമാം ഗസാലി ആത്മീയതയെയും ഇസ്ലാമിക നിയമങ്ങളെയും സമന്വയിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. ജലാലുദ്ദീൻ റൂമി ലോകപ്രശസ്തനായിട്ടുള്ള സൂഫി കവിയാണ് അദ്ദേഹം. സ്നേഹത്തിലൂടെയുള്ള ദൈവസാമീപ്യത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. റാബിയ അൽ അദവിയ പ്രതിഫലം മോഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച മഹദിയാണ് അദ്ദേഹം. പ്രധാന ആശയങ്ങൾ: സൂഫി പാതയിൽ പ്രധാനമായും 4 ഘട്ടങ്ങളിലൂടെയാണ് ഒരാൾ കടന്നു പോകുന്നത്. അതിനെ ത്വരീഖത്ത് എന്ന് പറയുന്നു. തസ്കിയത്തുൻ നഫ്സ് അഥവാ മനഃശുദ്ധീകരണം. അഹങ്കാരം, അസൂയ, അത്യാഗ്രഹം തുടങ്ങിയ തിന്മകളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുക. ദൈവസ്മരണ, എപ്പോഴും ദൈവത്തെ ഓർത്തുകൊണ്ടേയിരിക്കുക. ഇത് മനസ്സിന് ശാന്തി നൽകുന്നു. ലൗകിക വിരക്തി, ഭൗതികമായ സുഖസൗകര്യങ്ങളോട് അമിതമായ ആർത്തിയില്ലാതെ ജീവിക്കുക. മഹബത്ത്, ദൈവത്തോടും അവൻ്റെ സൃഷ്ടികളോടുമുള്ള നിരുപാധികമായ സ്നേഹം. സൂഫിസവും ഇസ്ലാമിക നിയമവും. യഥാർത്ഥ സൂഫിസം ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമല്ല, മറിച്ച് ശരീരത്തിന് വസ്ത്രം എങ്ങനെയാണോ അതുപോലെയാണ് നിയമങ്ങൾക്ക് ആത്മീയത എന്നാണ് സൂഫി പണ്ഡിതന്മാർ പറയുന്നത്. നിയമങ്ങൾ പുറംഭാഗത്തെ ശരിയാക്കുമ്പോൾ സൂഫിസം ഉൾഭാഗത്തെ ശരിയാകുന്നു. കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിൽ സൂഫിസത്തിന് വലിയ സ്ഥാനമുണ്ട്. ഇവിടുത്തെ പഴയകാല പള്ളികൾ, നേർച്ചകൾ, മാലപ്പാട്ടുകൾ, ഉദാഹരണത്തിന് മുഹൈദ്ദീൻ മാല എന്നിവയിലെല്ലാം സൂഫിസത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. ജനങ്ങൾക്കിടയിൽ ഇസ്ലാം പ്രചരിച്ചതിൽ സൂഫി വര്യന്മാരുടെ ലളിതമായ ജീവിത രീതിയും കാരുണ്യവും
വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മനസ്സിൻ്റെ ആഴങ്ങളുള്ള ദൈവാനുഭൂതി തേടുന്ന യാത്രയാണ് സൂഫിസം എന്ന് പറയുന്നത്. എന്നാൽ സാധാരണക്കാരായ ജനങ്ങളോട് പറയാനുള്ളത്, സൂഫിസത്തിൻ്റെ വഴിയിലെ ചില വാക്യങ്ങളുടെ അർത്ഥം സാധാരണ ആളുകൾക്ക് തിരിയത്തില്ല. അത് കാരണമായി സൂഫിസത്തിൻ്റെ വാക്കുകളുടെ ആന്തരിക അർത്ഥം അറിയാതെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം കുഴി തോണ്ടുന്നതിന് സമമാണ്. ആകയാൽ സാധാരണ മനുഷ്യർ മതത്തിൻ്റെ വിധിവിലക്കുകളും നിയമങ്ങളും അനുസരിച്ച് തന്നെ ജീവിക്കുന്നതാണ് ഉചിതം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്കത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.